ശരി, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച് കേരളത്തിന്റെ വേദനയായി മാറിയ മിഥുന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, മിഥുന്റെ അച്ഛൻ മനു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്, പങ്കുവെക്കുന്നത്? അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. നിലവിൽ ഇപ്പോൾ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ, അതിപ്പോൾ ഒരു അന്വേഷണമാണെങ്കിലും കുടുംബത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഇതിന് പകരം ഒന്നുമാകില്ല. പക്ഷേ അതേസമയം തന്നെ ആ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്, വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളിൽ മിഥുൻ്റെ അച്ഛൻ എന്താ പറയാനുള്ളത്? ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, കസിൻ്റെ കാര്യങ്ങളായാലും നമ്മളെ സഹായിക്കേണ്ട കാര്യങ്ങളായാലും അവർ അതെല്ലാം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതിൽ പൂർണ്ണ സംതൃപ്തനാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത്. പിന്തുണ വെച്ചാൽ അത് നമ്മളൊരു സമാനപ്പെടുത്തലുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൂർണ്ണമായിട്ടും പിടിച്ച് നിൽക്കുന്നത്. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ചേട്ടനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മളത് അന്വേഷിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ അല്ലല്ലോ, അതിൻ്റേതായൊരു പ്രശ്നമുണ്ട്. അമ്മ കുഴപ്പമില്ല, ഇച്ചിരി നോർമലാക്കി നിർത്തിയേക്കുക, പ്രശ്നമില്ല. ആളൊക്കെ കൊണ്ടാണ് ഒട്ടിക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇതിലിപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞത്? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പം രാവിലെ വിളിച്ചായിരുന്നു. അത് മനുവായിട്ടും മനുവിൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം മനു ഫോൺ എൻ്റെ തന്നെ ഞാനും സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും മന്ത്രിസഭയും കൂടെ ഉണ്ടാവും. അതുകൂടാതെ 24-ാം തീയതി 3 മണിക്ക് അദ്ദേഹം ഒന്നും കൂടി വരുന്നുണ്ട്. കുടുംബത്തെ ഒന്നുകൂടി ആശ്വസിപ്പിക്കാനും ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം നേരിട്ട് പറയാൻ വേണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സംതൃപ്തരായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ നാട്ടുകാരുടെയും എല്ലാ തരത്തിലുള്ള പിന്തുണയും കാര്യങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ആ കുടുംബത്തെ പൂർണ്ണമായും സംരക്ഷിക്കുവാൻ അവർക്ക് നാളെ അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പ്രാവർത്തികമാക്കുവാൻ ഗവൺമെൻറ് പൂർണ്ണമായി കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. ജംഷാദ്, ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർ ശിവരാജനാണ് നമ്മളോട് ഈ കുടുംബമായിട്ട് ഏറ്റവും സഹകരിക്കുന്നതും ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഈ വിഷയങ്ങൾ തന്നെ ഇതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഈ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി ഒപ്പമുണ്ട്. ഗവൺമെൻറ് മെമ്പർ ശിവരാജനുമായാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും കുടുംബത്തെ കാര്യങ്ങൾ അറിയിക്കുന്നതും. അക്കാര്യമാണ് ഇപ്പോൾ പങ്കുവച്ചത്. നിലവിൽ സർക്കാർ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തരാണ് ഈ കുടുംബം, ഇതിൻ്റെ കുടുംബം. അവർ നിലവിൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു കരുതൽ അവരാണ് ആശ്വസിപ്പിക്കുന്നത്, അതൊപ്പമുണ്ട്. അതിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നു, സംതൃപ്തിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആ കരുതലാണ് തങ്ങളെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും സർക്കാർ ഒപ്പമുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ, ആ ആശ്വസിപ്പിക്കൽ, കൃത്യമായ ഇടപെടലുകൾ, ഇതൊക്കെ സർക്കാർ അറിയിക്കുന്നുണ്ട്. ബന്ധുക്കളെയും കുടുംബത്തെയും ഒക്കെ അറിയിക്കുന്നുണ്ടെന്ന് അച്ഛനും ആ വാർഡ് മെമ്പറും ഒക്കെ സൂചിപ്പിച്ചു. ഇനിയിപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇനി ഒരിക്കൽ കൂടി, കഴിഞ്ഞ ദിവസം വന്നിരുന്നു ബാലഗോപാലും മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ ഇനി 24-ാം തീയതി ഒന്നും കൂടി എത്തുമെന്നും കുടുംബത്തെ അറിയിച്ചു അല്ലേ മന്ത്രി ശിവൻകുട്ടി? അതെ, 24-ാം തീയതി എത്തും. നിലവിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി ദില്ലിയിലായിരുന്നു. എത്തിയാലുടൻ ഇതിൽ യോഗം ചേർന്ന ശേഷം, മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് യോഗം ചേർന്ന ശേഷം മന്ത്രിസഭ ചിലപ്പോൾ കൂടുമായിരിക്കാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്തൊക്കെയാണ് ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയുക. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് താൽക്കാലികമായി. വൈദ്യുതി വകുപ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ന് സ്കൂളിൻ്റെ കമ്മിറ്റി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നും ധനസഹായം പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാക്കാനാണ് സാധ്യത. അതിപ്പോൾ ആ യോഗം തേവലക്കരയിൽ നടന്നുകൊണ്ട് നിൽക്കുന്നു. ഞാൻ മനുവിൻ്റെ വീട്ടിലാണ്, ഈ മിഥുൻ്റെ വീട്ടിലാണ്. ഇനി അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. എന്താണ് അത് സംബന്ധിച്ചിട്ടുള്ളത്?
അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഒരു ധനസഹായം കൂടിയും ഒപ്പം വീടും വെച്ചു കൊടുക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രി KN ബാലഗോപാലും ഇവിടെ വന്നപ്പോൾ നേരിട്ട് ഈ മിഥുൻ്റെ അച്ഛനോട് ആ കാര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും അതിൻ്റെ നടപടികളൊക്കെയായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അജിംഷ.